ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചിയാണ്. കൊച്ചി. വ്യോമയാന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു സമ്മിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ നമ്മുടെ കേരളത്തെ ദേശീയ വ്യോമയാന മേഖലയുടെ കേന്ദ്രമാക്കുക എന്നതും ഈ ഒരു സമ്മിറ്റിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചിയാണ്. കൊച്ചി. ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പുകളും ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ലോകസഭ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്നാണ്? 2025 ഓഗസ്റ്റ് 20 ആ ഒരു ബില്ല് ലോകസഭ പാസ്സാക്കിയിട്ടുള്ളത് കേട്ടോ. ഓൺലൈൻ ലോട്ടറികൾ പോലെയുള്ള എല്ലാ തരത്തിലുള്ള ഓൺലൈൻ വാതുവെപ്പുകളും ചൂതാട്ടങ്ങളും നിരോധിക്കുന്നതിനായിട്ടുള്ള ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2025 ഓഗസ്റ്റ് 20 2025 ഓഗസ്റ്റ് 20 ഈ ഒരു ബില്ല് നിയമമാകുന്നതോടുകൂടി ഈ ഓൺലൈൻ ഫാൻറ്റസി സ്പോർട്സുകൾ, അതുപോലെ റമ്മി പോലെയുള്ള ഗെയിമുകൾ, ഓൺലൈൻ ലോട്ടറികൾ ഇവയെല്ലാം തന്നെ നിരോധിക്കപ്പെടും. ഇത്തരത്തിലുള്ള ഗെയിമുകളുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ, അതിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. 3 വർഷം വരെയുള്ള തടവോ 1 കോടി രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ഉള്ള തരത്തിലുള്ള ശിക്ഷ ലഭിക്കാനായിട്ടുള്ള സാധ്യതയും ഉണ്ടാവും ഇതൊരു നിയമമായിട്ട് മാറുന്ന സമയത്ത്. ഈ ഒരു ബില്ല് നിയമമാകുന്നതോടുകൂടി ഇത്രയും നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതകളാണ്, നിയമ സാധ്യതകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബില്ല് കൊണ്ടുവന്നത് എന്നാണ്? ഓൺലൈൻ വാതുവെപ്പുകളും ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2025 ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20. അടുത്തത് കെ-ഫോൺ OTT സേവനം കൊണ്ടുവന്നത്, OTT സേവനം ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 21 നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേട്ടോ. കെ-ഫോണിൻ്റെ OTT സേവനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2025 ഓഗസ്റ്റ് 21 നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റായ കെ-ഫോൺ വഴി ഇനി OTT സേവനങ്ങളും നമുക്ക് ലഭ്യമാവും. മറ്റ് സേവനദാതാക്കൾ നൽകുന്ന നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്വന്തം ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമോ വഴി നമുക്ക് സേവനങ്ങൾ ലഭ്യമാകുക. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് 2025 ഓഗസ്റ്റ് 21 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ. ഇംഗ്ലീഷ് ഫുട്ബോളിലെ മികച്ച താരത്തിനുള്ള പ്രൊഫഷണൽ ഫുട്ബോളർ അസോസിയേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇംഗ്ലീഷ് ഫുട്ബോളിലെ മികച്ച താരത്തിനുള്ള പ്രൊഫഷണൽ ഫുട്ബോളർ അസോസിയേഷൻ പുരസ്കാരം ലഭിച്ചത് ലിവർപൂൾ താരമായ മുഹമ്മദ് സലയ്ക്കാണ് കേട്ടോ. ലിവർപൂൾ താരം മുഹമ്മദ് സലെ. മികച്ച യുവതാരമായിട്ട് ആൻസ്റ്റൺ വില്ലയുടെ മധ്യനിര താരം മോർഗൻ റോജേഴ്സണും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അസോസിയേഷൻ പുരസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ. അടുത്ത ചോദ്യം: KCL ക്രിക്കറ്റ് 2025 ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KCL കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 2025 ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് കേട്ടോ. KCLൻ്റെ 2025 ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചിയാണ്. കൊച്ചി. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിൻ്റെ വേദി കൊച്ചിയാണ്. ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പുകളും ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2025 ഓഗസ്റ്റ് 20 അടുത്തത് കെ-ഫോൺ OTT സേവനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2025 ഓഗസ്റ്റ് 21 ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇംഗ്ലീഷ് ഫുട്ബോളിലെ മികച്ച താരത്തിനുള്ള പ്രൊഫഷണൽ ഫുട്ബോളർ അസോസിയേഷൻ പുരസ്കാരം ലഭിച്ചത് ലിവർപൂൾ താരം മുഹമ്മദ് സലയ്ക്കാണ്. KCL ക്രിക്കറ്റിൻ്റെ 2025 ബ്രാൻഡ് അംബാസിഡർ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 2025 KCL ക്രിക്കറ്റിൻ്റെ 2025 ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. മോഹൻലാൽ. ഓക്കെ. അടുത്ത സെറ്റ് ചോദ്യം:
2025 ഓഗസ്റ്റിൽ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ വിദേശകാര്യ മന്ത്രി ആരാണ്? 2025 ഓഗസ്റ്റിൽ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യ മന്ത്രിയാണ് വാങ് യി. വാങ് യി ഇദ്ദേഹം ചൈനയുടെ വിദേശകാര്യ മന്ത്രിയാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വാങ് യി ചൈനയുടെ വിദേശകാര്യ മന്ത്രിയാണ്. അടുത്തത്, സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? പാലക്കാടാണ് കേട്ടോ, പാലക്കാട്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാടാണ്, പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് പാനിപ്പത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് സ്ഥാപിതമാകുന്നത് അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പാനിപ്പത്തിലാണ്. GST നിന്നും ഈ അടുത്തിടെ 2 സ്ലാബുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. GST നിന്നും ഒഴിവാക്കുന്ന സ്ലാബുകൾ ഏതൊക്കെയാണ്? 12%, 28% കേട്ടോ. നിലവിലെ 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 നിരക്കുകളുണ്ട്. ഇതിനെ 5%, 18% എന്നീ നിരക്കുകളുടെ കീഴിലേക്ക് മാറ്റാനായിട്ടാണ് കേന്ദ്ര നിർദ്ദേശം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സ്ലാബുകൾ ഒഴിവാക്കപ്പെടും? 12%, 28% ഒഴിവാക്കപ്പെടും. അപ്പോൾ GST നിന്ന് ഒഴിവാക്കുന്ന സ്ലാബുകൾ 12, 28 എന്നിവയാണ്. ഓക്കെ. സർവകലാശാലകളിലെ സ്റ്റാർട്ടപ്പ് സഹകരണ പദ്ധതി പ്രകാരമുള്ള ആദ്യ ലീപ്പ് സെന്റർ എവിടെയാണ് ആരംഭിക്കുന്നത്? ലീപ്പ് സെന്റർ ആണ് കേട്ടോ. അത് കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂർ സർവകലാശാലയിലാണ്. ലീപ്പ് സെന്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പിന്റെ ഒരു സഹകരണ പദ്ധതിയാണ്. ഇത് സർവകലാശാലകളിലെ ഇനി കമ്പനികൾക്കും സ്റ്റാർട്ടപ്പിനും സീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ട് മലബാർ ഇന്നൊവേഷൻ കോറിഡോർ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ സർവകലാശാലയിലെ താവക്കര ക്യാമ്പസിലാണ് ലീപ്പ് സെന്റർ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ലീപ്പ് സെന്റർ എവിടെയാണ് ആരംഭിക്കുന്നത്? കണ്ണൂരിലാണ് കേട്ടോ, കണ്ണൂരിലാണ്. സർവകലാശാലകളിൽ സ്റ്റാർട്ടപ്പ് സഹകരണ പദ്ധതിയാണ് കൊണ്ടുവരുന്നത് ഈ ലീപ്പ് സെന്റർ വഴി. ആദ്യമായി ആരംഭിക്കുന്നത് എവിടെയാണ്? കണ്ണൂരിലാണ്, കണ്ണൂര്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റ് റിവൈസ് ചെയ്യാം. 2025 ഓഗസ്റ്റിൽ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യ മന്ത്രിയാണ് വാങ് യി. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് പാനിപ്പത്താണ്, പാനിപ്പത്ത്. GST നിന്നും ഒഴിവാക്കുന്ന സ്ലാബുകൾ 12%, 28% എന്നിവയാണ്. സർവകലാശാലകളിലെ സ്റ്റാർട്ടപ്പ് സഹകരണ പദ്ധതി പ്രകാരമുള്ള ആദ്യ ലീപ്പ് സെന്റർ എവിടെയാണ് ആരംഭിക്കുന്നത്? കണ്ണൂരാണ്, കണ്ണൂര്. അടുത്തത്, 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? കാത്തു ആണ് കേട്ടോ, കാത്തു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കാത്തു എന്ന കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ്. കാത്തു എന്ന കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് കാത്തു എന്ന കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. ഓക്കെ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച US ജഡ്ജി ആരാണ്? 2025 ഓഗസ്റ്റിൽ US ഒരു പ്രസിദ്ധനായ ജഡ്ജി അന്തരിച്ചു. അദ്ദേഹമാണ് ഫ്രാങ്ക് കാപ്രിയോ. ഇദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും സൗമ്യനായ ന്യായാധിപൻ എന്നും ലോകത്തിലെ ഏറ്റവും നല്ല ന്യായാധിപനും എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് കാപ്രിയോ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച US ജഡ്ജിയാണ് ഫ്രാങ്ക് കാപ്രിയോ. ആദിവാസികളുടെ സമഗ്ര ഉന്നമനത്തിനായി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയിലൂടെ പുറത്തിറക്കിയ കർഷകരുടെ സ്വന്തം ബ്രാൻഡാണ് അതിരപ്പിള്ളി ഒരു ബ്രാൻഡിൻ്റെ പേരുകൂടിയാണ് കേട്ടോ. ആദിവാസികളുടെ സമഗ്ര ഉന്നമനത്തിനായി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയിലൂടെ പുറത്തിറക്കിയ കർഷകരുടെ സ്വന്തം ബ്രാൻഡിൻ്റെ പേരാണ് അതിരപ്പിള്ളി.
റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, ഈ ഒരു പദ്ധതി പ്രകാരം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് വഴി സാമ്പത്തിക സഹായത്തോടുകൂടി, ഇവരുടെ ഒരു സാമ്പത്തിക സഹായത്തോടുകൂടി കൃഷി വകുപ്പ് ആദിവാസികളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. അതാണ് അതിരപ്പിള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതി. അതിരപ്പിള്ളി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെയാണ് അതിരപ്പിള്ളി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ പിറവി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കർഷകരുടെ ഒരു ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ആ ബ്രാൻഡിൻ്റെ പേര്? അതിരപ്പിള്ളി എന്ന് തന്നെയാണ്. കർഷകരുടെ ഉന്നമനത്തിനായിട്ട് വേണ്ടിയിട്ട് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി കൊണ്ടുവന്നതാണ്. ആദിവാസി കർഷകരാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയിലൂടെ പുറത്തിറക്കിയ കർഷകരുടെ സ്വന്തം ബ്രാൻഡിൻ്റെ പേരാണ് ആതിരപ്പിള്ളി. ഓക്കെ, 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമനാണ് കേട്ടോ. വാഴൂർ സോമൻ 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പീരുമേട് MLA ആണ് വാഴൂർ സോമൻ. വാഴൂർ സോമൻ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ്. നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ത്യയിലെ ആദ്യം എന്നുള്ളൊരു ഭാഗം PSCക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യം എന്ന് വരുന്ന ഭാഗമൊക്കെ പ്രത്യേകിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് നിലവിൽ വരുന്നത് ലക്നൌവിലാണ് കേട്ടോ. ലക്നൗ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം കാത്തു എന്ന കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് കേട്ടോ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച US ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോ ആദിവാസികളുടെ സമഗ്ര ഉന്നമനത്തിനായി ട്രൈബൽ വാലി കാർഷിക പദ്ധതിയിലൂടെ പുറത്തിറക്കിയ കർഷകരുടെ സ്വന്തം ബ്രാൻഡിൻ്റെ പേരാണ് അതിരപ്പിള്ളി. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പീരുമേട് MLAയുടെ പേര് വാഴൂർ സോമൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൌവിലാണ് കേട്ടോ. ലക്നൗ ആണ്. ഓക്കെ, അടുത്തത് 2025 ഓഗസ്റ്റ് 21 ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കേരളമാണ്. കേരളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പിണറായി വിജയനാണ്. കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് കേരളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനം നമ്മുടെ കേരളമാണ്. പിണറായി വിജയനാണ് കേരളത്തെ ഔദ്യോഗികമായി ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ടാറ്റോ 2 എന്ന ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ടാറ്റോ 2 എന്ന ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. ടാറ്റോ 2 എന്ന ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ ആരാണ്? ഡോക്ടർ CG രാമചന്ദ്രൻ നായരാണ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറാണ് ഡോക്ടർ CG രാമചന്ദ്രൻ നായർ. ശാസ്ത്ര സാഹിത്യത്തിന് ധാരാളം സംഭാവനകൾ നൽകിയ രസതന്ത്ര ശാസ്ത്രജ്ഞനും അതുപോലെ ശാസ്ത്ര അധ്യാപകനുമായിരുന്നു ഇദ്ദേഹം. പിന്നെ നമ്മൾ പറഞ്ഞു സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടറുമായിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം, ഡോക്ടർ CG രാമചന്ദ്രൻ നായർ. ഓക്കെ, അപ്പം അദ്ദേഹം ഈ ഒരു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അന്തരിച്ചത്. പേരെന്താണ്? ഡോക്ടർ CG രാമചന്ദ്രൻ നായർ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയാണ് സുധാകർ റെഡ്ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വിയോഗങ്ങൾ എന്നത് ഒരു എടുത്ത് ചോദിക്കുന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയാണ് സുധാകർ റെഡ്ഡി. ഓക്കെ,
അപ്പോൾ അത് റിവൈസ് ചെയ്യാം. 2025 ഓഗസ്റ്റ് 21 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കേരളത്തെയാണ്. കേരളം. ടാറ്റോ 2 ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ CG രാമചന്ദ്രൻ നായർ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയാണ് സുധാകർ റെഡ്ഡി. ഓക്കെ, അടുത്തത് 2025 ഓഗസ്റ്റിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം ആസ്തിയുള്ള മുഖ്യമന്ത്രി ആരാണ്? ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു ആണ് കേട്ടോ. ചന്ദ്രബാബു നായിഡു ആണ് 2025 ഓഗസ്റ്റിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം ആസ്തിയുള്ള മുഖ്യമന്ത്രി. ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും താഴെയായിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ ആസ്തിയുള്ള മുഖ്യമന്ത്രി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയാണ് കേട്ടോ. മമതാ ബാനർജിയാണ്. 2025 ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം ആസ്തിയുള്ള മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു ആണ്. അതുപോലെ ഏറ്റവും കുറഞ്ഞ ആസ്തിയുള്ള മുഖ്യമന്ത്രി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും ആണ്. ഓക്കെ, ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ വനിതാ ഷൂട്ടിംഗ് താരം ആരാണ്? എളവേണിൽ വാളറിനാണ് കേട്ടോ. എളവേണിൽ വാളറിൻ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ വനിതാ ഷൂട്ടിംഗ് താരമാണ്. ഈ ഒരു പേര് തന്നിട്ട്, എളവേണിൽ വാളറിൻ എന്നൊരു പേര് തന്നിട്ട് ഇദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഷൂട്ടിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ കായിക ഇനം എന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എളവേണിൽ വാളറി എന്ന ഇദ്ദേഹം തമിഴ്നാട്ടുകാരിയായ ഇദ്ദേഹം രണ്ടാമത്തെ തവണയാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്നത് കേട്ടോ. 2019 ഇദ്ദേഹത്തിന് സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 2025 ഓഗസ്റ്റിൽ റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയുടെ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായത് ആരാണ്? പണനയ സമിതിയുടെ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായത് ഇന്ദ്രാണിൽ ഭട്ടാചാര്യയാണ്. ഇന്ദ്രാണിൽ ഭട്ടാചാര്യ നിലവിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇദ്ദേഹം. നിലവിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഇന്ദ്രാണിൽ എക്സ് ഒഫീഷ്യോ അംഗമായിട്ടാണ് പണനയ സമിതിയിൽ ജോയിൻ ചെയ്യുന്നത്. എക്സ് ഒഫീഷ്യോ അംഗമാണ് കേട്ടോ. അപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. 2025 ഓഗസ്റ്റിൽ റിസർവ് ബാങ്കിൻ്റെ പണനയ സമിതിയുടെ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനാവുന്നത് ആരാണ്? ഇന്ദ്രാണിൽ ഭട്ടാചാര്യ. ഓക്കെ, OpenAIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹി. അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയും അതുപോലെ തന്നെ ChatGPTയുടെ സൃഷ്ടാക്കളുമായിട്ടുള്ള OpenAIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസാണ് ന്യൂഡൽഹിയിൽ സ്ഥാപിതമാകുന്നത്. OpenAIയുടെ രണ്ടാമത്തെ വലിയ വിപണിയാണ് സാധ്യമാകാൻ പോകുന്നത്. ഡൽഹിയിൽ ഓഫീസ് ഓപ്പൺ ആക്കുന്നതിലൂടെ സാധ്യമാകാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ OpenAIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് സ്ഥാപിതമാകുന്നത് ന്യൂഡൽഹിയിലാണ്. 2025 ഓഗസ്റ്റിൽ വിരമിച്ച വനിതാ താരം ഗൗഹർ സുൽത്താന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗൗഹർ സുൽത്താന ക്രിക്കറ്റ് താരമാണ് കേട്ടോ. 2025 ഓഗസ്റ്റിൽ അദ്ദേഹം വിരമിച്ചു. ഗൗഹർ സുൽത്താന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാം. 2025 ഓഗസ്റ്റിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം ആസ്തിയുള്ള മുഖ്യമന്ത്രി ആരാണ്? ആന്ധ്രാപ്രദേശിന്റെ ചന്ദ്രബാബു നായിഡു ആണ്. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ വനിതാ ഷൂട്ടിംഗ് താരമാണ് എളവേണിൽ വാളറിൻ. 2025 ഓഗസ്റ്റിൽ റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയുടെ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായത് ഇന്ദ്രാണിൽ ഭട്ടാചാര്യ. OpenAIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് സ്ഥാപിതമാകുന്നത് ന്യൂഡൽഹിയിലാണ്.
2025 ഓഗസ്റ്റിൽ വിരമിച്ച വനിതാ താരം ഗൗഹർ സുൽത്താന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗൗഹർ സുൽത്താന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കായിക താരമാണ്. ഗൗഹർ സുൽത്താന ക്രിക്കറ്റ്. ഓക്കെ, അടുത്ത സെറ്റ് ചോദ്യം. കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരള. പദ്ധതികൾ PSC ധാരാളം ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചൊരു നോട്ട് തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് പദ്ധതികൾ വരുമ്പോൾ നമുക്കത് റിവൈസ് ചെയ്യാനും പാടായിരിക്കും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിലൂടെ കിട്ടുന്ന അത്രയും പോയിന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു പദ്ധതി? കെയർ കേരള. കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരള എന്നത്. അപ്പോൾ കിടപ്പ് രോഗികളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് കെയർ കേരള എന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, എയർഫോഴ്സ് മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ മുൻ വിജിലൻസ് മേധാവി ആരാണ്? യോഗേഷ് ഗുപ്തയാണ് കേട്ടോ. യോഗേഷ് ഗുപ്ത എയർഫോഴ്സ് മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ മുൻ വിജിലൻസ് മേധാവിയാണ് യോഗേഷ് ഗുപ്ത. യോഗേഷ് ഗുപ്ത. UNOയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. UNOയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് പർവതനേനി ഹരീഷ്. പർവതനേനി ഹരീഷ്. UNOയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് പർവതനേനി ഹരീഷ്. അടുത്തത് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23-നാണ് ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ചാന്ദ്രയാൻ 3 ദൗത്യം വിജയിച്ചതിൻ്റെ വാർഷികാഘോഷമായിട്ടാണ് ഓഗസ്റ്റ് 23-ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നത് കേട്ടോ. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23-നാണ്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രമേയം എന്താണ്? ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ എന്നതാണ് 2025 പ്രമേയം വരുന്നത് കേട്ടോ. ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ എന്നതാണ് കേട്ടോ. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23-ആണ്. ഓഗസ്റ്റ് 23. ഓക്കെ, അപ്പം അതൊന്ന് റിവൈസ് ചെയ്യാം. കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? കിടപ്പ് രോഗികൾക്ക് കെയർ കൊടുക്കുക, കെയർ കേരള. ഓക്കെ, എയർഫോഴ്സ് മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ മുൻ വിജിലൻസ് മേധാവിയാണ് യോഗേഷ് ഗുപ്ത. UNOയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് പർവതനേനി ഹരീഷ്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ എന്നതാണ്. ഓക്കെ, അടുത്തത് ക്ഷേത്രപൂജയ്ക്ക് യോഗ്യത നേടിയ കേരളത്തിലെ ആദ്യ വനിത. ക്ഷേത്രപൂജയ്ക്ക് യോഗ്യത നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് ജയലക്ഷ്മി. ജയലക്ഷ്മി. ദേവസ്വം ബോർഡിന്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും 3 വർഷത്തെ പൂജാ പഠനം പൂർത്തിയാക്കിക്കൊണ്ടാണ് ജയലക്ഷ്മി ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് കേട്ടോ. ക്ഷേത്രപൂജയ്ക്ക് യോഗ്യത നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് ജയലക്ഷ്മി. ജയലക്ഷ്മി. ഓക്കെ, തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ. തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബയാണ് നൈഗ്ലേരിയ ഫൗളരി. നൈഗ്ലേരിയ ഫൗളരി. ഓക്കെ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന ഇനം അമീബയാണ് ഈ ഒരു നൈഗ്ലേരിയ ഫൗളരി എന്നറിയപ്പെടുന്നത്. തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ ഏതാണ്? നൈഗ്ലേറിയ ഫൗളരിയാണ്. ഇനി മദർ മേരി കം ടു മീ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മദർ മേരി കം ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥ, അതുപോലെ മതസൗഹാർദ്ദം, സാമൂഹിക നീതി, പ്രതിരോധ സ്ഥാപനങ്ങൾ എന്നിവയെ വിമർശനാത്മകമായാണ് ഈ രചയിതാവ് ഈ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മദർ മേരി കം ടു മീ എന്ന ഈ ഒരു പുസ്തകം ആരാണ് രചിച്ചത്? അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്.
2025 പുരുഷ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ് ആണ്. സൂര്യകുമാർ യാദവ് 2025 പുരുഷ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവ്. 2025 ഓഗസ്റ്റിൽ ഒഡീഷയിലെ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5 എന്നത്. അഗ്നി 5 എന്നത് ഒരു മൾട്ടി സ്റ്റേജ് സോളിഡ് ഇന്ധനശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ഇന്റർമീഡിയറ്റ് റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലാണ്. മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത് DRDO ആണ് കേട്ടോ. DRDO ആണ് ഈ ഒരു മിസൈൽ വികസിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു മൾട്ടി സ്റ്റേജ് സോളിഡ് ഇന്ധനശേഷിയുള്ള ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. അതാണ് മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഓക്കെ. 2025 ഓഗസ്റ്റിൽ ഒഡീഷയിലെ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ. ചോദ്യം ഇങ്ങനെ ചോദിച്ചേക്കാം, ഈ അഗ്നി 5 ഏത് തരത്തിലുള്ള മിസൈലാണ്? മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5 എന്നത്. ഓക്കെ, അപ്പം അതൊന്ന് റിവൈസ് ചെയ്യാം. ക്ഷേത്രപൂജയ്ക്ക് യോഗ്യത നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് ജയലക്ഷ്മി. തലച്ചോറ് തീനി എന്നറിയപ്പെടുന്ന അമീബ നൈഗ്ലേരിയ ഫൗളരി. മദർ മേരി കം ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയ്. 2025 പുരുഷ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ്. 2025 ഓഗസ്റ്റിൽ ഒഡീഷയിലെ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5 എന്നത്. അഗ്നി 5. ഓക്കെ, അടുത്ത സെറ്റ് ചോദ്യം. 2025 ഓഗസ്റ്റ് 20 ലോകസഭയിൽ ഭരണഘടനയുടെ 130 കേട്ടോ 130 ഭരണഘടനാ ഭേദഗതി ബിൽ 2025 അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചത് ആരാണ്? ശ്രീ അമിത്ഷയാണ് കേട്ടോ. അമിത്ഷയാണ് അവതരിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയുമായ അമിത്ഷയാണ് 130 ഭരണഘടനാ ഭേദഗതി ബില്ല് 2025 ലോകസഭയിൽ അവതരിപ്പിച്ചത്. എന്താണ് ഈ ഒരു ബില്ല് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തേക്ക് തടങ്കലിൽ വെച്ചാൽ അവരെ സ്വയമേവ നീക്കം ചെയ്യും എന്നതാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെ പറഞ്ഞിട്ടുള്ളത്. 130 ഭരണഘടനാ ഭേദഗതിയിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? ശ്രീ അമിത്ഷാ. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? വാരണാസിയാണ് കേട്ടോ. വാരണാസി. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം വാരണാസി. എഗെയിൻ ഇന്ത്യയിലെ ആദ്യം എന്നൊരു ടോപ്പിക് വന്നു കേട്ടോ ഇവിടെ. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് വാരണാസി. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രീൻ എനർജി ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പദ്ധതിയിലൂടെ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അതുപോലെ പുതുക്കിയെടുക്കാവുന്ന തരത്തിലുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക. അതാണ് പോർട്ടബിൾ സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് പ്രധാനമായിട്ട് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? വാരണാസിയിലാണ്. അടുത്തിടെ ഒളിമ്പ്യൻ അനന്ത് ജീത് സിംഗ് നരൂക്ക ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയുടെ ആദ്യ സീനിയർ സ്വർണ്ണ മെഡൽ നേടിയത്? ഏതിലാണ് മെഡൽ? ഒളിമ്പ്യൻ അനന്ത് ജീത് സിംഗ് നരൂക്ക ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സീനിയർ സ്വർണ്ണ മെഡൽ നേടിയത്? ഷൂട്ടിങ്ങിലാണ് കേട്ടോ.
അനന്ത് ജീത് സിംഗ് നരൂക്ക ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കായിക താരമാണ്. ഓക്കെ, ഒളിമ്പ്യൻ അനന്ത് ജീത് സിംഗ് നരൂക്ക ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സീനിയർ സ്വർണ്ണ മെഡൽ നേടിയത്? ഷൂട്ടിംഗ് ആണ്, ഷൂട്ടിംഗ്. ഈ ഒരു കായിക മത്സരം സ്വർണം നേടിയ കായിക മത്സരം നടന്നത് കസാക്കിസ്ഥാനിലാണ്. ഷിംകെന്റെ കസാക്കിസ്ഥാനിൽ വെച്ചാണ് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 നടന്നത്. അതിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സീനിയർ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് അനന്ത് ജീത് സിംഗ് നരൂക്ക ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ളത്. ഓക്കെ, ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് സജേത് പട്ടേലാണ് കേട്ടോ. സജേത് പട്ടേൽ. ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ FAI ആണ് കേട്ടോ. ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സജേത് പട്ടേലാണ്. സജേത് പട്ടേൽ. ഇന്ത്യയുടെ ഫെൻസിംഗ് കളിയുടെ നിയന്ത്രണവും അതുപോലെ വികസനവും എല്ലാം നോക്കി നടത്തുന്ന ഒരു സ്ഥാപനമാണ് FAI എന്നത്. FAI, ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. FAIയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സജേത് പട്ടേലാണ്. സജേത് പട്ടേൽ. സസ്റ്റൈനബിൾ പവർ 1404 എന്ന മിസൈൽ പരിശീലനം അടുത്തിടെ ആരംഭിച്ച രാജ്യമാണ് ഇറാൻ. സസ്റ്റൈനബിൾ പവർ 1404 എന്ന മിസൈലാണ്. മിസൈൽ പരിശീലനം ആരംഭിച്ച രാജ്യമാണ് ഇറാൻ എന്നത്. ഇറാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കൻ ഭാഗത്തും അതുപോലെ ഒമാൻ കടലിലുമാണ് ഇറാൻ ഈ 2 ദിവസങ്ങളിലായിട്ട് പരിശീലനം നടത്തിയിട്ടുള്ളത്. സസ്റ്റൈനബിൾ പവർ 1404 എന്ന മിസൈൽ പരിശീലനം നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ പവർ 1404 എന്ന മിസൈൽ പരിശീലനം അടുത്തിടെ നടത്തിയത് ആരാണ്? ഇറാനാണ്. ഓക്കെ, കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി യോ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഈ ഒരു ടെസ്റ്റിനൊപ്പം BCCI അവതരിപ്പിച്ച പുതിയ ടെസ്റ്റിൻ്റെ പേരാണ് ബ്രോങ്കോ ടെസ്റ്റ്. കളിക്കാരുടെ സ്റ്റാമിന, വേഗത, ഹൃദയ സംബന്ധമായ അവസ്ഥ എന്നിവയൊക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ട് BCCI പുറത്തിറക്കിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് കേന്ദ്രീകൃത ബ്രോങ്കോ ടെസ്റ്റ്. ഓക്കെ, ബ്രോങ്കോ ടെസ്റ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായിട്ട് യോ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ BCCI അവതരിപ്പിക്കുന്ന പുതിയ ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ് എന്നത്. ബ്രോങ്കോ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കത് ചേർത്ത് റിവൈസ് ചെയ്യാം. 2025 ഓഗസ്റ്റ് 20 ലോകസഭയിൽ ഭരണഘടനയുടെ 130ാം ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു. 130ാം ഭരണഘടനാ ഭേദഗതി ബില്ല് 2025 അവതരിപ്പിച്ചത് ലോകസഭയിൽ ശ്രീ അമിത്ഷാ. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് വാരണാസി. അടുത്തിടെ ഒളിമ്പ്യൻ അനന്ത് ജീത് സിംഗ് നരൂക്ക ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സീനിയർ സ്വർണ്ണ മെഡൽ നേടിയത്? ഷൂട്ടിങ്ങിലാണ്. ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സജേത് പട്ടേലാണ്. സസ്റ്റൈനബിൾ പവർ 1404 എന്ന മിസൈൽ പരിശീലനം അടുത്തിടെ ആരംഭിച്ച രാജ്യമാണ് ഇറാൻ. കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി യോ ടെസ്റ്റിനൊപ്പം BCCI അവതരിപ്പിച്ച പുതിയ ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ ക്ലാസ്സും കണ്ട് പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും ക്ലാസ് കാണുക, കറക്റ്റായിട്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.